നമസ്കാരം. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു മികച്ച തീരുമാനം തന്നെയാണ്. എന്നാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസിനെ നമുക്ക് എങ്ങനെ വാർത്തെടുക്കാം? ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഒരു ക്ലെയിമിന്റെ സമയത്ത് ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ മാറ്റിയെടുക്കാം? ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് പ്ലാനാക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവരാകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പഠിച്ചോ ഒരാൾ പറഞ്ഞു തന്നതോ അല്ല, എൻ്റെ അനുഭവങ്ങളിൽ നിന്ന്. അത് കാരണം തന്നെ ചില തെറ്റുകളൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ, ചില സമയങ്ങളിൽ പുതിയ പ്ലാനുകളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. ഞാൻ പുതിയ പുതിയ വീഡിയോസിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റ് സമ്പാദ്യങ്ങൾ വളർത്താനോ നമ്മളൊരു പൈസ മുടക്കി അത് പിന്നീട് ഒരു വലിയ പൈസയായി തിരിച്ചു കിട്ടുന്ന ഒരു സാമ്പത്തിക പദ്ധതിയോ ഒന്നുമല്ല. നമ്മൾ ഒരു നിശ്ചിത തുക കമ്പനിക്ക് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ നമ്മുടെ വിവരങ്ങളെല്ലാം പങ്കുവെച്ച് കമ്പനിയിൽ അറിയിച്ച് കമ്പനി പറഞ്ഞിരിക്കുന്ന കുറേ പ്ലാനുകളിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാൻ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഈ പ്ലാൻ എടുത്തത് വഴി നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ചികിത്സേനെ ഓർത്ത് ഭയമില്ലാതെ ഏറ്റവും മികച്ച ചികിത്സ എടുക്കാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന പ്ലാനിന് അതിൻ്റെ സമ്മഷ്യൂർഡൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ക്ലെയിമുകൾ കിട്ടുന്നത്. അപ്പം നമ്മളൊരു ഇൻഷുറൻസ് എടുത്ത വ്യക്തിയാണെങ്കിൽ നമ്മുടെ പ്രായത്തിനും നമ്മുടെ ആൾക്കാരുടെ എണ്ണത്തിനും നമ്മുടെ സ്ഥലത്തിനും അനുസരിച്ചായിരിക്കും പ്ലാനുകളുടെ പ്രീമിയത്തിലുണ്ടാവുക. പ്രീമിയം എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുടുംബത്തിൽ 4 പേരുണ്ടെങ്കിൽ ആ 4 പേരുടെയും പ്രായവും അവരുടെ എണ്ണവും സ്ഥലവും ഒക്കെ കൂട്ടും. അതേപോലെ തന്നെ ആരോഗ്യം കൂട്ടും. അങ്ങനെയാണ് കമ്പനി പ്രീമിയം കൂട്ടുന്നത്. അപ്പം ഞാൻ, വൈഫ്, 2 കുട്ടികളുള്ള പ്ലാനിന്റെ കൂട്ടത്തിൽ എൻ്റെ അച്ഛനെയും അമ്മയെയും പോളിസിയിൽ ചേർത്താൽ എൻ്റെ പ്രായം വെച്ചിട്ടല്ലേ എടുക്കുന്നത്, ഞാനല്ലേ എടുക്കുന്നത്, അപ്പം എൻ്റെ പ്രീമിയം ആകൂ എന്ന് പലരും ചിന്തിക്കും. അങ്ങനെയല്ല, നമ്മുടെ സീനിയർ ആയിട്ടുള്ളവരുടെ അടക്കം ഏജ് കൂട്ടി തന്നെയാണ് പ്രീമിയം വരുന്നത്. അത് കാരണം ഒന്നിച്ചെടുത്താലും സെപ്പറേറ്റ് എടുത്താലും പ്രീമിയത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. എപ്പോഴും നമ്മൾ ഫാമിലി ആയിട്ട് എടുക്കുക, പാരൻസിനൊക്കെ സെപ്പറേറ്റ് തന്നെ എടുത്തു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഈ എടുത്ത ഒരാളെ സംബന്ധിച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അപകടം പോലെയുള്ള കേസുകൾ വരികയാണെങ്കിൽ പോളിസി എടുത്ത് ഒരു ദിവസം കഴിഞ്ഞാൽ അപകടത്തിന് കവറേജ് കഴിയും. അപകടം വന്നു, നമ്മൾ ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കുന്നു. നമ്മളോട് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇൻഷുറൻസ് ഐ ഡി, അത് നമുക്ക് ഡിജിറ്റൽ ഐ ഡി ആയിട്ടാണ്. ആ ഐ ഡി നമുക്ക് ആപ്ലിക്കേഷൻ വെച്ച്, നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ആ ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് നമുക്ക് ആ ആപ്ലിക്കേഷനിൽ നിന്ന് നമുക്ക് നമ്മുടെ ഐ ഡി ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മളപ്പം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ ഈ ഐ ഡി കൂടെ അവരോട് പറയുക. ആദ്യം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ക്ലെയിം രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഐ ഡി കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളോട് അപകടമൊക്കെ ആണെങ്കിൽ ആശുപത്രിക്കാർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. കൂടാതെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ആശുപത്രിക്കാർ ക്ലെയിം രജിസ്റ്റർ ആകുമ്പോൾ കമ്പനി നമ്മളോട് എന്തുകൊണ്ടാണ് അപകടം പറ്റിയത്, എന്താണ് പറ്റിയത് എന്നുള്ള പല കാര്യങ്ങൾ ചോദിക്കും. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ കൃത്യമായ വിവരങ്ങൾ നൽകാൻ നമ്മൾ റെഡിയാകണം. തെറ്റിദ്ധാരണകൾ, ഇതൊന്നും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ക്ലെയിം റിജക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. അത് കാരണം നമ്മൾ ഒരു ക്ലെയിമിന് പോകുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ഒരാൾ ക്ലെയിമിന്റെ കാര്യങ്ങൾ നോക്കുവാൻ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് പേര് പല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് അത് ക്ലെയിം നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലെയിം നോക്കുന്ന ഒരാൾ, അയാൾ തന്നെ ക്ലെയിമിന്റെ കാര്യങ്ങൾ ചെയ്യുക. കൂടാതെ നിങ്ങൾക്കൊരു ക്ലെയിമിന് പോകുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് എടുത്ത അഡ്വൈസറെ ഒന്ന് അറിയിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ പോളിസിയിൽ എങ്ങനെയൊക്കെയാണ് മാനദണ്ഡം എന്നൊക്കെ അദ്ദേഹത്തിനും നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ സാധിക്കും. കാരണം നമ്മൾ പോളിസി എടുത്തു, പിന്നെ അതിനെക്കുറിച്ച് പിന്നീട് നമ്മളൊന്നും നോക്കിയിട്ടില്ല, ക്ലെയിം എപ്പോഴേലും ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇൻഷുറൻസിൻ്റെ അഡ്വൈസ് ഒരു നല്ല ഗുണം ചെയ്യുന്നതാണ് ക്ലെയിം കിട്ടാൻ വേണ്ടിയിട്ട്. കൂടാതെ നമുക്കൊരു പോളിസി എടുത്താൽ അസുഖത്തിന് കിട്ടുന്നത് 30 ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം. ഒരു പോളിസി എടുത്ത് 30 ദിവസം എന്തിനാണ് വെയിറ്റിംഗ് പീരീഡ് എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് ഒരാളോ 2 പേരോ അല്ല, ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ പോളിസി എടുക്കുന്നുണ്ട്. എന്നാൽ അതിൽ ചിലർക്ക് അസുഖങ്ങൾ വരുമ്പോൾ അതാണ് കമ്പനി കൊടുക്കുന്നത്. എന്നാൽ ഒരു അസുഖം 30 ദിവസം പോലും വെയിറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് തട്ടിപ്പുകൾ നടത്തും. കാരണം രോഗം സ്ഥിരീകരിച്ച ഉടനെ തന്നെ അവർ പോയിട്ട് ഒരു പോളിസി എടുക്കുന്നു, ക്ലെയിം ചെയ്യുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയും നിലനിൽക്കില്ല. അത് കാരണം തന്നെ നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ എടുത്ത ഒരാൾക്ക് 30 ദിവസം കഴിഞ്ഞാൽ അസുഖത്തിലേക്ക് കവറേജ് സ്റ്റാർട്ട് ചെയ്യും. അസുഖം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്ന കാര്യം നമുക്ക് പനിയോ ജലദോഷമോ അങ്ങനെയുള്ള കേസുകളാണ്. അതല്ല ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ശരിക്കും ക്യാൻസർ, അറ്റാക്ക്, ബ്ലോക്ക്, സ്ട്രോക്ക്,
ഡെങ്കിപ്പനി, എലിപ്പനി, വൈറൽ പനി തുടങ്ങി നമുക്ക് ഒരാളുടെ ജീവന് ഭീഷണിയാകുന്ന, അതും ഒരു കുടുംബം മൊത്തം സാമ്പത്തിക വലിയ ബാധ്യതയിലേക്ക് എത്തിക്കുന്ന വലിയ രോഗങ്ങൾക്കെല്ലാം തന്നെ 30 ദിവസം കഴിഞ്ഞാൽ കവറേജ് കിട്ടും. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഈ പനി പോലെയുള്ള കേസുകൾക്കൊക്കെ കവറേജ് കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാ രോഗങ്ങൾക്കും അതിൻ്റെതായ നിബന്ധനകളുണ്ട്. ഇപ്പോൾ ഒരു പനി പിടിച്ച ആൾ ക്ലെയിമിന് പോകുമ്പോൾ എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്, എന്നാൽ പോയിട്ട് ക്ലെയിം ചെയ്തേക്കാം, 2000 രൂപ ബില്ലാവും, എന്നാൽ പിന്നെ ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്തേക്കാം എന്നോർത്ത് പോയി കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. കാരണം ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു പനിക്ക് ക്ലെയിം കൊടുക്കുന്നത് അവരുടെ ടെമ്പറേച്ചർ ടാബ്ലറ്റോ മെഡിസിനോ ഒക്കെ എടുത്തിട്ട് 2 ദിവസം നോക്കി ടെമ്പറേച്ചർ കുറയുന്നില്ല, പനി നല്ലോണം ഉണ്ട്, ആന്റിബയോട്ടിക് അടിക്കണം, ഇത് വീട്ടിൽ ഗുളിക കഴിച്ചിരുന്നാൽ ശരിയാകുകയില്ല, അഡ്മിറ്റ് ആക്കണം എന്നുള്ള കേസിനാണ് കവറേജ് കിട്ടുന്നത്. അതുകൂടാതെ ഒരു പനിക്ക് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് പനി ഇന്നാണ് തുടങ്ങിയത്, പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് വലിയ വേരിയേഷൻ ഉണ്ട്, ബ്ലഡിൽ കൗണ്ടിൽ മാറ്റമുണ്ട്. അദ്ദേഹത്തിന് അന്നേരം തന്നെ അഡ്മിറ്റ് ചെയ്ത് ആന്റിബയോട്ടിക് അടിക്കും. അതിന് ദിവസങ്ങളോളം കിടന്നില്ലെങ്കിലും ഒറ്റ ദിവസം കിടന്ന കേസുകൾക്കും കവറേജ് കിട്ടും. കാരണം ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട്. അപ്പം എല്ലാ അസുഖത്തിനും കവറേജ് കിട്ടുന്നത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലാണ്, ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിലാണ്. അതല്ലാതെ നമ്മൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഒ പി കാണിച്ചിട്ട് പോരുന്നതിന് കിട്ടും, അല്ലെ കുറച്ച് ടെസ്റ്റ് ചെയ്തതിന് കിട്ടും എന്നാരും വിചാരിക്കരുത്. ടെസ്റ്റുകൾക്കല്ല, ഒരു അസുഖത്തിനാണ് കവറേജ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ചില അസുഖങ്ങൾക്ക് 2 വർഷം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളൊരു പോളിസി എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ നടുവിന്റെ പ്രശ്നം ഉണ്ടാവും. ഒരുപാട് വാഹനം, ബൈക്കൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നടുവിന്റെ പ്രശ്നം, ലോഡിങ് അല്ലാതെയുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അവർക്ക് പോളിസി എടുത്ത് ഒരു മാസം കഴിയുമ്പോൾ ക്ലെയിമിന് പോയാൽ കിട്ടും എന്ന് തെറ്റിദ്ധരിക്കരുത്. അവർക്ക് 2 വർഷം വെയിറ്റ് ചെയ്യണം. കാരണം അതൊക്കെ കാലക്രമേണ സമയമെടുത്ത് വരുന്ന രോഗങ്ങളാണ്. അത് ആശുപത്രിയിൽ ചെന്നാൽ ഇപ്പൊ സർജറി ചെയ്തില്ല ആൾ മരിച്ചു പോകുമെന്ന് പറയാറില്ല ഒരു ആശുപത്രിയിലും. എടുക്കണം, പക്ഷെ താമസിക്കാതെ തന്നെ എടുക്കണം, ഇത്ര പൈസ ആവും എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ ഹൃദയ സംബന്ധമായ ഒരു ബ്ലോക്കുള്ള ഒരാളോട് ഡോക്ടർ എന്താണ് പറയുന്നത്? ഇപ്പൊ ചെയ്യണം, ഇപ്പൊ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. അദ്ദേഹത്തിന് 30 ദിവസം കഴിഞ്ഞാൽ കിട്ടും ഹൃദയ സംബന്ധമായ പ്രശ്നത്തിന്. അതേസമയത്ത് ഈ പറയുന്ന വെരിക്കോസ് വെയിന്, പൈൽസ്, ഹെർണിയ, മൂക്കിൽ ദശ വളരുന്ന പോലെ ENT പ്രശ്നങ്ങൾ, പിന്നെ ടോൺസിലൈറ്റിസ്, ഇതൊക്കെ അതിൻ്റെ അകത്ത് വരുന്നതാണ്. പിന്നെ ഈ നമ്മുടെ ലിഗ്മെന്റ് തേയ്മാനങ്ങൾ, ഇങ്ങനെയുള്ള കേസുകൾക്കൊക്കെ 2 വർഷം കഴിഞ്ഞിട്ടാണ് കവറേജ് കിട്ടുന്നത്. കൂടാതെ നമുക്ക് നിലവിൽ ഏതെങ്കിലും പോളിസി എടുക്കുന്ന സമയത്ത് രോഗം ഉള്ളവർക്ക് 3 വർഷം കഴിയണം കവറേജ് കിട്ടാൻ. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് പോളിസികളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചില പ്ലാനുകളിൽ 30 ദിവസം കഴിഞ്ഞാൽ കിട്ടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. കൂടാതെ 3 ഇയറിലേക്ക് ഒന്നിച്ച് പോളിസി എടുക്കുന്നവർക്ക് മിക്ക കമ്പനിയിലും 2.5 വർഷമായിട്ട് ചുരുക്കിയെടുക്കാൻ പറ്റും. 6 മാസം ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ നിലവിൽ പോളിസി എടുക്കുന്ന സമയത്ത് അസുഖമുള്ളവർ പറയാതെ എടുത്തു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, താഴെ മറ്റു വീഡിയോയിൽ ഒന്ന് നോക്കിയാൽ അറിയാം. എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാം. പോളിസി എടുക്കുന്ന സമയത്ത് രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് കാണിച്ചിട്ട് എടുക്കണം. കാണിച്ചില്ല എങ്കിൽ പിന്നീട് നിങ്ങൾ ആശുപത്രിയിൽ ഡോക്ടറോട് പറയുമ്പോൾ ആ കാര്യം ഡോക്ടർ കൃത്യമായിട്ട് രേഖപ്പെടുത്തും. നമ്മൾ ക്ലെയിമിന് പ്രതീക്ഷിച്ച് പോകുന്ന ക്ലെയിമിന് റിജക്ഷൻ എന്ന വാക്ക് മാത്രമേ നമുക്ക് കേൾക്കാൻ കിട്ടുള്ളൂ. 1 രൂപ പോലും കമ്പനിയിൽ നിന്ന് കിട്ടില്ല. കാരണം പോളിസി എടുക്കുമ്പോൾ നേരത്തെ എടുത്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെന്റിന്റെ എല്ലാ വിവരങ്ങളും നമ്മൾ കൃത്യമായി കാണിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കൂടാതെ പലരും ചോദിക്കുന്ന കാര്യമുണ്ട്, പോളിസി എടുക്കുമ്പോൾ ചെക്കപ്പുകൾക്കും കൂടെ നമുക്ക് കിട്ടുമോ എന്ന്. സത്യത്തിൽ ചെക്കപ്പിന് നമുക്ക് കിട്ടും, കിട്ടില്ല എന്ന് 2 രീതിയിൽ പറയാം. കാരണം ഒരു പോളിസി എടുത്ത ഒരാൾ, ഇന്ന് എനിക്കൊരു നെഞ്ചുവേദന വന്നു, ഞാൻ ആശുപത്രിയിൽ പോയി ചെക്കപ്പ് ചെയ്തു. ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എന്നാൽ എനിക്ക് ഇൻഷുറൻസ് ഉള്ളതല്ലേ, എന്നാൽ ഒന്ന് ആൻജിയോഗ്രാം അതും ഇതും ഒക്കെ കുറെ ടെസ്റ്റ് അങ്ങ് ചെയ്തേക്കാം എന്നും പറഞ്ഞ് കുറെ ടെസ്റ്റ് അങ്ങ് ചെയ്തു. അവസാനം നോക്കിയപ്പോൾ ഗ്യാസ് കയറിയതാണ്. അദ്ദേഹത്തിന് കവറേജ് കിട്ടുകയില്ല. കാരണം അവിടെ ഒരു പ്രോബ്ലം ഇല്ല. നമ്മുടെ സംശയത്തിന് നമ്മൾ കുറെ ചെക്കപ്പുകളാണ് ചെയ്തത്. എന്നാൽ അതേ സിറ്റുവേഷൻ തന്നെ ഒരാൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ECGയിൽ വേരിയേഷൻ ഉണ്ട്, ആൻജിയോഗ്രാം ചെയ്യണം. അദ്ദേഹം ആൻജിയോഗ്രാം ചെയ്യുന്നു. ആൻജിയോഗ്രാമിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ECGയിൽ വേരിയേഷൻ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കവറേജ് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ്. അപ്പം പ്രോബ്ലം ഉണ്ടെങ്കിൽ കവറേജ് കിട്ടും എന്നും പറഞ്ഞ് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത കുറെ ചെക്കപ്പുകൾക്ക് കിട്ടും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ആയുർവേദം പോലെയുള്ള കേസുകൾക്ക് കിട്ടുന്നത്, ആയുർവേദം പോലെയുള്ള കേസുകൾക്ക് നിലവിലിപ്പോൾ എല്ലാ ഇൻഷുറൻസ് കമ്പനിയിലും മിക്ക പ്ലാനുകളിൽ കിട്ടുന്നുണ്ട്. എന്നാൽ ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആയുർവേദ ആശുപത്രികളിൽ ഡോക്ടർമാരുള്ള രജിസ്റ്റേർഡ് ആയുർവേദ ആശുപത്രികളിൽ റീഇംബേഴ്സ്മെന്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ആദ്യം കസ്റ്റമർ ക്ലെയിം രജിസ്റ്റർ ചെയ്യുകയും കസ്റ്റമർ ട്രീറ്റ്മെന്റ് എടുക്കുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ രേഖകളും നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ അറിയിച്ചു കഴിയുമ്പോൾ അവിടുന്ന് റീഇംബേഴ്സ്മെന്റ് ആയി കസ്റ്റമർ അക്കൗണ്ടിലേക്ക് ആ പണം എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക ആയുർവേദത്തിന് കിട്ടുന്നത്. പിന്നെ നമ്മളിപ്പം എടുക്കുന്ന മിക്ക പ്ലാനുകളിലും മോഡേൺ ട്രീറ്റ്മെന്റ്, റോബോട്ടിക് സർജറി ഒക്കെ 100% കവറേജ് കിട്ടുന്നുണ്ട്. നമ്മൾ അത് മാത്രം തിരഞ്ഞെടുക്കുക. അതല്ലാതെ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി ഏതെങ്കിലും പ്ലാൻ എടുക്കാതിരിക്കുക. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്,
നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഇന്ത്യയിലെ എല്ലാ ഇൻഷുറൻസ് കമ്പനിയും അസുഖത്തിനും അപകടത്തിനുമാണ് കിട്ടുന്നത്. എന്നാൽ ഒരസുഖം മദ്യപാനം മൂലമോ ലഹരി ഉപയോഗിച്ചോ വരുന്ന അസുഖങ്ങൾക്ക് കവറേജ് കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. സ്വയം വരുത്തി വെക്കുന്ന അസുഖങ്ങൾക്ക് അപകടത്തിന് കവറേജ് കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. മാത്രവുമല്ല, ഒരു പോളിസിയുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു പോളിസിയുടെ ഗുണം എന്ന് പറയുന്നത് അതിന്റെ സീനിയോറിറ്റിയും കൂടിയാണ്. കാരണം ഒരു പുതിയ പോളിസിയേക്കാൾ ഒരുപാട് പവറുണ്ട് കുറച്ച് നാളുകളായി നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോളിസിക്ക്. അത് കാരണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി EMI-യും റിന്യൂവലും ഒക്കെ കട്ടാകാതെ കൃത്യസമയത്ത് പ്രീമിയം അടച്ച് മുന്നോട്ട് പോവുക. നമുക്ക് പ്ലാനുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ആ പുതിയ പ്ലാനിലേക്ക് സ്വിച്ച് ചെയ്യാം. ഒരിക്കലും പോളിസി നിർത്തിയിട്ട് തുടങ്ങരുത്. ആ പോളിസി പോർട്ട് ചെയ്യുകയോ അതേ കമ്പനിയിൽ പുതിയ പ്ലാനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയോ ചെയ്യുകയാണ് വേണ്ടത്. ഒരിക്കലും പോളിസി നിർത്തിയിട്ട് പുതിയ പോളിസി എടുക്കാമെന്ന് പറയരുത്. സീനിയോറിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കാരണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്നുകൂടി മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ പണമടയ്ക്കുക.